നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യഭഗവാൻ മെയ് 15 മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇത് പലരുടെയും, അതായത് ചില രാശിക്കാരുടെ 4 രാശിക്കാരുടെ ജീവിതത്തിൽ അപ്പാടെ തകിടം മറയ്ക്കാൻ സാധ്യതയുള്ള ഒരു മാറ്റമാണ്. ഒരിക്കൽ സൂര്യഭഗവാൻ വൃശ്ചികം രാശിയിൽ സംക്രമണം നടത്തിയപ്പോൾ ഇവിടെ പല ആൾക്കാർക്കും അതൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത്. അതുപോലെ മേടം രാശിയിൽ നിന്നും സൂര്യഭഗവാൻ മെയ് 15 ഇടവൻ രാശിയിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ മാറ്റം ജനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. എന്നാൽ ഭഗവാന്റെ ഈ മാറ്റം 4 രാശിക്കാരെ ആകപ്പാടെ അടിമുടി വലയ്ക്കും എന്ന് തന്നെ പറയാം. അത് ആ രാശിക്കാരാരാണെന്നും അവർക്ക് എന്തൊക്കെ പീഡകളാണ് അനുഭവിക്കാൻ പോകുന്നതെന്നും ഏകദേശം ഒരു ധാരണ നമുക്ക് പറയാൻ കഴിയും. അപ്പം ഈ രാശിക്കാര്, ഇനി പറയാൻ പോകുന്ന രാശിക്കാര് വളരെയധികം ശ്രദ്ധിച്ച് കരുതലോട് കൂടിയിട്ട് ചില പരിഹാരങ്ങളും ക്ഷേത്ര വഴിപാടുകളും കൈയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം അവരുടെ ജീവിതം പെട്ടെന്നായിരിക്കും തകിടം മറിയുക. ഈ രാശിക്കാരുടെ ജീവിതം, ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരിക്കും സൂര്യഭഗവാന്റെ മാറ്റത്തോട് കൂടിയിട്ട് തകിടം മറിയാൻ പോകുന്നത്. അത് മുൻകൂട്ടി തന്നെ ശ്രദ്ധിച്ച് പോയാൽ ഒരു പരിധിവരെ ആ ദോഷങ്ങളെ കുറയ്ക്കാൻ നമ്മുടെ ക്ഷേത്ര വഴിപാട് കൊണ്ടും ഗ്രഹങ്ങളുടെ സ്തോത്രങ്ങൾ കൊണ്ടും ഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൂടിയിട്ടും സൂര്യഭഗവാനെ ആരാധിക്കുന്നതോട് കൂടിയിട്ടും ആ ദോഷങ്ങളൊക്കെ കുറഞ്ഞ് സർവൈശ്വര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന 4 രാശിക്കാർക്ക് വളരെയധികം ക്ലേശകരമായി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത്തരം ഒരു സൂര്യന്റെ രാശിമാറ്റത്തെ സംക്രാന്തി എന്ന് നമ്മൾ വിളിക്കാറ്. സംക്രാന്തി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. സൂര്യൻ ആത്മാവ്, പിതാവ്, ഉയർന്ന സർക്കാർ സേവനം, ബഹുമാനം എന്നിവയുടെ ഘടകമാണ് സൂര്യഭഗവാൻ. രാശിക്കാരാണ് ഈ ഒരു രാശിമാറ്റത്തിന് നന്നായി ശ്രദ്ധിക്കേണ്ട ആൾക്കാർ. കാരണം ഇവര് തുടങ്ങി വെച്ച ജോലികളെല്ലാം ഉടനെ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇത് പാതി വഴിയിൽ മുടങ്ങി ഇവരെ സാമ്പത്തിക നഷ്ടവും അത് മാനസികമായിട്ടും പീഡകൾക്കും വഴിവെക്കുന്നതാണ്. ഈ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ കരുതലോടുകൂടി ഈ ഒരു മാസം ചെയ്തു പോകേണ്ടതാണ്. കാരണം സൂര്യന്റെ അടുത്ത രാശിമാറ്റം വരെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ രാശിമാറ്റത്തിന് മുന്നേ ആയിട്ട് തന്നെ അത് പൂർത്തീകരിച്ച് വെക്കേണ്ടതാണ്. രാശി മാറുന്നതോട് കൂടിയിട്ട് പല ബുദ്ധിമുട്ടുകളും ഇത്തരക്കാരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടതൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം ഈ വരുന്ന മാസം. കാരണം സൂര്യന്റെ സംക്രമണം അത് ഈ ഒരു രാശിക്കാരെ, അതിൽ വരുന്ന നക്ഷത്രക്കാരെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ദീർഘദൂര യാത്ര, അതേപോലെ നമ്മുടെ ജോലികളിൽ കൃത്യതയോടെ തന്നെ ചെയ്തു തീർക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക ഈ ഒരു മാസം. കാരണം നഷ്ടത്തിൽ കലാശിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ബാധ്യതകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് ദീർഘദൂര യാത്ര ഒഴിവാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. സാമ്പത്തിക നഷ്ടം വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മള് മിഥുന രാശിക്കാര് ദേഷ്യം, അതായത് വഴക്കുകളും ദേഷ്യങ്ങളും ഒക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം ചെറിയ ദേഷ്യം പിടിക്കുന്നത് കൂടിയിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് വാഹനം. അടുത്തതായിട്ട് തുലാം രാശിക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. തുലാം രാശിക്കാർ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശ്രദ്ധയോടെ തീരുമാനമെടുക്കണം. ആരുടെയും വാക്കുകളിൽ സ്വാധീനിക്കപ്പെടരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സാമ്പത്തിക ഇടപാടുകളും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കുടുംബ ബന്ധങ്ങൾ അകലാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ശ്രദ്ധിച്ച് കുടുംബ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെയധികം ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. കാരണം പഠിക്കാനൊക്കെ ഒരു ശ്രദ്ധ കുറവ് കുട്ടികളിൽ കാണാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാര് ഈ ഒരു സമയത്ത് ചില പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തായിട്ട് മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. നിങ്ങളെ കരിയറിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഈ ഒരു സമയം കൈകാര്യം ചെയ്യേണ്ടതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ട് കാണാം. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടും. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വശങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഓരോ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴും മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 4 രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ 4 രാശിക്കാർ സൂര്യന്റെ മാറ്റം വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ അപ്പാടെ തകിടം മറയ്ക്കാൻ ഈ ഒരു മാറ്റം കൊണ്ട് ഇവരുടെ ജീവിതം താറുമാറാവരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.